പിന്നെ കുറച്ച് ക്രീമിയാണ് പരിപാടി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്നുള്ളത് ആസ്ട്രോസ് കിച്ചണിലാണ്. അപ്പോൾ അതായത് ഇവിടെ വല്യൂന്നിന് താഴെയായിട്ട് ഒരു കഫേയാണ് ആസ്ട്രോ കിച്ചൺ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആസ്ട്രോ കിച്ചൻ്റെ, അത് ഒരുപാട് നാളിന് മുമ്പാണ്. അപ്പോൾ ആ വീഡിയോ ആറ്റിങ്ങിൽ അവിടെ പള്ളിയുടെ അവിടെ അപ്പോൾ ഉള്ള ഒരു ആസ്ട്രോ കിച്ചൺ അന്ന് അവിടെയായിരുന്നു. അപ്പം അതിപ്പോൾ ലൊക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വല്യൂന്നിലാണ് ഈ ഒരു കഫേ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആറ്റിങ്ങിൽ ബാക്കിൽ കാണാൻ പറ്റും. ഇലക്ട്രിക് വണ്ടീസൊക്കെ നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. ലെറ്റ്സ് ഗോ. ഇതിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഐറ്റംസ് അതുപോലെ തന്നെ മെനൂസും അതിൻ്റെ റേറ്റും കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത് ഇവിടെ മോസ്റ്റർ ഫ്രൈസ് ചിക്കനാണ്. ഇവിടെയാണ് ഇതിൻ്റെ വാഷ് ബേസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ല രസം, നല്ല പ്ലാൻഡ് ആയിട്ടുള്ളൊരു സംഭവം അല്ലേ, നല്ല രസമുണ്ട്. ഇതൊക്കെ ഫുള്ള് സോളാറാണ്. ഇത് ഫുള്ള് സോളാറാണ്. പിന്നെ ഇവിടെ ഒരു പോണ്ടുണ്ട്. ഈ പോണ്ടിൽ മീൻസൊക്കെ ഉണ്ട് കേട്ടോ. മീനുണ്ട്. അക്വേറിയം പോലത്തെ ഒരു സെറ്റപ്പാണ് അവിടെ കാണട്ടെ. അപ്പോൾ ഇതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പം കാണുമ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ക്രീമിയാണ് പരിപാടി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളി സാധനം, സംഭവം ഭയങ്കര ക്രീമി കേട്ടോ. നല്ല ചീസി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഫ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പെറി പോലത്തെ ഒരു ഫ്രൈസ് ആണെന്ന് തോന്നുന്നു. അത് കാണാൻ പറ്റും. ഐറ്റം ഈ കാണുന്ന ചിക്കനാണ് കേട്ടോ. അപ്പം ഇത് ചെറിയൊരു ചിക്കൻ സ്ക്രാമ്പിളുള്ള പരിപാടിയാണ്. പിന്നെ ഇതാണ് ചിക്കനായിട്ട് വന്നിട്ടുള്ള ഫ്ലേവർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടുത്തെ ചെറിയൊരു പിക്കിൾ വന്നിട്ടുണ്ടോ, എനിക്ക് തോന്നുന്നു ഒലിവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒലിവ് പിക്കിളും കൂടെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ പുറമേ ഈ ചീസ് ഉണ്ട്. അല്ലെങ്കിൽ ചീസ് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ചീസും ഫ്രൈസും ഇവിടുത്തെ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഫ്രൈസും ഒരു രക്ഷയില്ല കേട്ടോ. ഫ്രൈസും ചീസും ഏതായാലും നല്ലൊരു ക്രീമി ടേസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിക്കിൾ വന്നിട്ടുണ്ട്. പിക്കിളിൻ്റെ ആ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒലിവിൻ്റെ പിക്കിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് പിക്കിളും അതുപോലെ ഈ ചീസും ഫ്രൈസൊക്കെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഈ ലെറ്റ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്ന് എനിക്കറിയില്ല. വെജീസിൻ്റെ കാര്യത്തിലൊക്കെയാണ് എനിക്ക് ലെറ്റ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ കാണുന്നത് ഒലിവല്ല കേട്ടോ, അത് ആലപ്പീനോ എന്ന് പറഞ്ഞ എന്തോ ഒരു പിക്കിളാണ്. അപ്പം ഒലിവല്ല യൂസ് ചെയ്യണേ. ഒലിവ് വന്നിട്ട് ഇറ്റാലിയൻ ഫുഡ്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം അത് ആലപ്പീനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിക്കിളാണ്. ഫുഡിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇത് ഫുഡ് സംഭവം നീറ്റാണ്. നീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയല്ല ഞാൻ പറയണത്, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. സംഭവം നീറ്റ് ആൻഡ് ക്ലീനാണ്. അത് വേറെ പരിപാടിയൊന്നുമില്ല. അത്യാവശ്യം ആവശ്യത്തിന് വരുന്ന കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ക്വാണ്ടിറ്റിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറച്ചും കൂടി ക്വാണ്ടിറ്റി വന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയതിനേയും തോന്നിയിട്ടുണ്ട്. കാരണം ക്വാണ്ടിറ്റി പ്രതീക്ഷ അത്രയുണ്ട്. പക്ഷേ ക്വാളിറ്റി ബേസ് ആകുമ്പോഴത്തേക്ക് അത് ഓക്കെ ഉണ്ട്. ആ ഒരു റേറ്റിന് ഇത് ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ടാലി ആയി പോയിക്കോളും. ഈ സംഭവം ക്ലീൻനെസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം പക്ഷേ എനിക്കിഷ്ടമാണ്. കാരണം എനിക്ക് ക്രീമി ഭയങ്കര ഇഷ്ടമാണ്. ഇത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലൈമും വന്നായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ആ ഒരു ആവശ്യത്തിന് മധുരം, അത്യാവശ്യത്തിന് മധുരം, ആ ഒരു കുടിക്കാൻ പറ്റുന്നതിന് അത്ര ഒരു മധുരം. അതാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സിയോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ചാർജിങ് പോർട്ടാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവരുടെ വാലറ്റിൽ എമൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം സെൽഫായിട്ട് തന്നെ ചാർജ് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, സോ ലൊക്കേഷൻ നോക്കി വെച്ചാൽ കാരണം ഇവിടെ കാണാൻ പറ്റില്ല. പുറത്തധികം ബോർഡൊന്നും ഇല്ല. അപ്പം ഇതാണ് അവരുടെ കാണുന്ന ആസ്ട്രോ കിച്ചൺ എന്ന് പറഞ്ഞ ബോർഡ്. പിന്നെ അവിടെ നിന്ന് വെഞ്ഞാറമൂടി എന്ന് പറയുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വരാൻ നേരത്ത് ഇവിടെ കാണാൻ പറ്റും ആസ്ട്രോ കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. അപ്പം അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് ഉള്ളൊരു വണ്ടിയാണ്. 7-8 വണ്ടിക്ക് എന്തായാലും സുഖമായിട്ട് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് തോന്നി പോയി ഫുഡ് കഴിച്ചാലോ എന്ന് തോന്നിയിട്ടുള്ളൊരു സ്ഥലമാണ്. കുഴപ്പമില്ല, അത്യാവശ്യം ക്ലാസ് ആയിട്ട് വളരെ കാമായിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വരും. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ കാണാം.